വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉലകമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. മരണമൊരു നാൾ വന്നിടുമേ, മറക്കാതെ നിന്റെ രക്ഷകനെ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാനത്തിൻ കീഴെ ഭൂമി മീതെ വാനവനേശു നാമമെന്നേ. വാനത്തിൻ കീഴെ ഭൂമി മീതെ വാനവനേശു നാമമെന്നേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയെ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യത്തെ ആസ്പദമാക്കി ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാദിവസം എന്നുള്ളൊരു ചിന്തയാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ദൈവം തരുന്ന അവസരങ്ങൾ നാം പാഴാക്കരുത്. അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയില്ല. അവസരങ്ങൾ പുറകോട്ട് യാത്ര ചെയ്യുകയുമില്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സമയം എങ്ങനെ മുന്നോട്ട് പോകുന്നോ അപ്രകാരം തന്നെ അവസരങ്ങളും. ഉചിതമായ അവസരങ്ങളിൽ കാര്യം നേടിയെടുക്കാനുള്ള സന്ദർഭം ഒരിക്കലും നമ്മൾ നഷ്ടമാക്കരുത്. ഒരിക്കലും ഒരു പുരോഹിതനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ഈ ഭൂമിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി 55 വർഷങ്ങൾ തരുന്നു. അത് വിശ്വസ്തയോട് നിനക്ക് തരുന്ന അവസരങ്ങളെ വിനിയോഗിക്കുക. പുരോഹിതന് വളരെ സന്തോഷം തോന്നി. ലഭിച്ച അവസരങ്ങളെ പാഴാക്കാതെ സ്വർഗരാജ്യത്തിന് വേണ്ടി അനേകരെ നേടിയെടുക്കണം. ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കാൻ തീരുമാനിച്ചു. ഇടവകയിലെ ഓരോ വ്യക്തികളോടും ദൈവം തന്നോട് സംസാരിച്ച വിഷയങ്ങളെ അറിയിച്ചു തുടങ്ങി. കേൾക്കുന്ന വ്യക്തികൾക്ക് പുരോഹിതനോട് ബഹുമാനവും സ്നേഹവും ഉണ്ടാകുവാൻ തുടങ്ങി. ചില വർഷങ്ങൾക്കുള്ളിൽ സഭയിൽ താനൊരു ആരാധന പുരുഷനായി മാറി. എല്ലാവരും തന്നെ കാണുമ്പോൾ വണങ്ങുന്നു, തൊട്ടു വന്ദിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോഴേക്കും പുരോഹിതന് സ്വയമായി ചിന്തിച്ചു തുടങ്ങി, ഇതാ മനുഷ്യരെല്ലാം എന്നെ കാണുമ്പോൾ ബഹുമാനിക്കുന്നു, വണങ്ങുന്നു. എനിക്ക് ദൈവമായി തീരുവാനുള്ള ഒരു അവസരമായി തോന്നി. ദൈവത്തെ പ്രസാദിപ്പാൻ എന്തെല്ലാം ചെയ്യേണ്ടു അതെല്ലാം തനിക്ക് വേണ്ടി ചെയ്യുവാൻ പ്രത്യക്ഷത്തിലല്ല എങ്കിലും പരോക്ഷമായി അവരെ അറിയിച്ചു തുടങ്ങി. ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, അതായത് ദൈവത്തെപ്പോലെ തന്നെ എന്ന് ചിന്തിച്ചുകൊള്ളുക. എനിക്ക് ഒരാൾ ദൈവമായി എന്തുകൊണ്ട് മാറിക്കൂടാ? ജനങ്ങൾ എല്ലാം ഇപ്പോൾ ആ രീതിയിലാണല്ലോ എന്നെ ബഹുമാനിക്കുന്നതും എന്നെ സ്നേഹിക്കുന്നതും. ആകയാൽ അവസരങ്ങളെ പാഴാക്കരുതെന്ന് കരുതി അതിൽ ചില പ്രധാനികളോട് തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അറിയിച്ചു. അവർ പുരോഹിതൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ ഒരു പ്രതിമ പള്ളിമുറ്റത്ത് പ്രതിഷ്ഠിച്ചു. സമയത്തും അസമയത്തും ഒക്കെ ആർക്ക് വേണമെങ്കിലും പ്രതിമയ്ക്ക് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പുരോഹിതൻ ഒരു ദൈവമായി മാറി. 15 വർഷം കൊണ്ട് ദൈവം കൊടുത്ത വാഗ്ദത്തം പോലെ എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തി എന്ന് തൻ്റെ ഉള്ളിൽ തോന്നി. ദൈവത്തിന് അത് അനിഷ്ടമായി തോന്നി. ദൈവത്തിന് കിട്ടേണ്ടുന്ന മഹത്വമാണ് പുരോഹിതൻ കവർന്നെടുത്തത്. ദൈവം മരണദൂതനെ അയച്ച് പുരോഹിതനെ ഭൂമിയിൽ നിന്ന് അകറ്റി. പിന്നീട് സ്വർഗവാതിൽ എത്തി. എന്താണ് ഇത്ര വേഗത്തിൽ അവിടെ എത്തിയത് എന്ന് തനിക്കും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞു, നിനക്കിവിടെ പ്രവേശനമില്ല. നിൻ്റെ ജീവകാലത്തൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പാൻ ശ്രമിക്കാതെ സ്വയം ദൈവം എന്ന് വിചാരിച്ച് ജനങ്ങളെ പാവവഴിയിലേക്ക് നടത്തി. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, എനിക്ക് അനുവദിച്ച സമയം തീർന്നില്ല, അതിനാൽ എന്നെ ഭൂമിയിലേക്ക് മടക്കി അയക്കണമെന്ന് ദൂതൻ പറഞ്ഞു. അത് സാധ്യമല്ല. സ്വയം ദൈവത്തെപ്പോലെ ആകാൻ ശ്രമിച്ചൊരു വ്യക്തിയുണ്ട്.
അവിടേക്കാണ് നിന്നെ അയക്കുന്നതെന്ന് പറയുകയും നിത്യമായ നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളും സമയങ്ങളും ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ ഈ പുരോഹിതൻ്റെ അനുഭവമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അവസരങ്ങളിൽ ഒരു പക്ഷേ അനേക ആത്മാക്കളെ ദൈവം നമുക്ക് തന്നിരിക്കും. അവരെ കൊണ്ട് സ്വയം ദൈവമാകുവാൻ ശ്രമിക്കരുത്. ഇന്ന് അനേക ഇടങ്ങളിൽ പലരും സ്വയം ദൈവമായി അവരോധിക്കുകയാണ്. കൂടെ ആത്മാക്കൾ കൂടിക്കഴിയുമ്പോൾ സ്വയം നിഗളിക്കാതെ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങളെയും സമയങ്ങളെയും ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ ഒരുക്കിയെടുക്കുന്ന അവസരമായി മാറ്റിയെടുക്കാം. മോശയെ ഇസ്രായേൽ ജനം ബഹുമാനിച്ചിരുന്നു. മോശയെ ദൈവമായി ഒരുപക്ഷെ ജനങ്ങൾ ആരാധിപ്പാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ദൈവം മോശയെ അവരിൽ നിന്ന് അകറ്റുക മാത്രമല്ല, മോശയുടെ ശവശരീരം പോലും കാണിച്ചുമില്ല. പ്രിയരെ, ദൈവത്തിന് കിട്ടേണ്ടുന്ന മഹത്വം കിട്ടാതെ പോയാൽ സാധ്യതയുണ്ട് എന്ന് ദൈവം കാണുമ്പോൾ എത്ര ഉന്നതനായാലും ദൈവം അവരെ ഭൂമിയിൽ നീക്കിക്കളയും. ആകയാൽ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ലഭിച്ച അവസരങ്ങളെ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.